കുട്ടൻ, അതായത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്തൊക്കെ പറഞ്ഞിരുന്നതാണ് കളി കാണാൻ പോകുന്നതേ ഉള്ളൂ, പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അക്ഷരം പ്രതി ശരിയാകുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് നൽകുന്ന കാര്യവുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി രൂക്ഷമാകുന്നു. ചേരിതിരിവ് കാണാൻ സാധിക്കുന്നുണ്ട്. DCC പ്രസിഡന്റിനെ അടക്കം ഇപ്പോഴിതാ മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഏകപക്ഷീയമായ തീരുമാനം വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവരും കൂടി ആലോചിച്ച് വേണം എന്നുള്ളതാണ് അല്ലേ? അത് കറക്റ്റാണ് ഭദ്ര. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. കോഴിക്കോട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രവീൺകുമാർ DCC പ്രസിഡന്റായി വന്നതിന് ശേഷം തീരുമാനങ്ങളൊക്കെ ഏകപക്ഷീയമായി കൈക്കൊള്ളുന്നു. ഒരു പ്രത്യേക ടീം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈക്കൊള്ളുന്നു. മറ്റ് DCC ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ, യുവ നേതാക്കളെയൊക്കെ പൂർണ്ണമായും അകറ്റി നിർത്തുന്നു എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉണ്ട്. നമുക്ക് ദുൽഖിഫിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായി ഇത്തരം നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ DCCക്കകത്തൊരു തീരുമാനം, ഒരു ധാരണയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ പ്രവീൺകുമാർ മത്സരിക്കുന്നു, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് K ജയന്ത് മത്സരിക്കുന്നു, മറ്റ് N സുബ്രഹ്മണ്യൻ്റെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ മുതിർന്ന നേതാവായ, നിരവധി തവണ മത്സരിച്ച് മന്ത്രിയായ, MP ആയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പേരുൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KM അഭിജിത്ത്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അഭിജിത്തിൻ്റെ പേര് കേൾക്കുന്നു. ഇത്തരത്തിലുള്ള പേരുകളൊക്കെ വരുന്നൊരു ഘട്ടത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ, DCC തന്നെ പ്രബലരായ ഒരു വിഭാഗം യുവ നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിലപാടുകൾ കൈക്കൊണ്ട് ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, യുവജനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ കൂടി അവസരം നൽകണം. അതുകൊണ്ട് തന്നെ 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ടവർ ഇത്തവണ നിയമസഭാ മത്സര രംഗത്തുനിന്ന് പിന്മാറണം എന്നുള്ളതാണ്. അതവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് പ്രവീണിനെ തന്നെയാണ്. പ്രവീണ് നാദാപുരത്ത് 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. പ്രവീൺ ഇത്തവണ കൊയിലാണ്ടി സീറ്റിന് വേണ്ടി ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ പ്രവീണിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രധാനമായും ഈ നേതാക്കളുടെ നീക്കങ്ങൾ. കാരണം 2 തവണ മത്സരിച്ചവർ പിൻവാങ്ങണം എന്ന് പറയുമ്പോൾ പ്രവീണിന് ഉദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ N സുബ്രഹ്മണ്യൻ 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ആദം വിൽസി മത്സരിച്ച് പരാജയപ്പെട്ടവരാണ്. ഇവരൊക്കെ വീണ്ടും രംഗത്തിറക്കിയാൽ റിബലായി ഉൾപ്പെടെ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന. അത്തരത്തിൽ ഇതേ ആൾക്കാർ തന്നെ നിരന്തരമായി കാണുന്ന മുഖങ്ങൾ തന്നെ വീണ്ടും മത്സരരംഗത്തേക്ക് വന്നാൽ പുതിയ നേതാക്കൾക്ക്, പുതിയ തലമുറയ്ക്ക് അവസരം നൽകിയില്ലെങ്കിൽ വിമതരായി മത്സരിക്കാൻ ഉൾപ്പെടെ നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതായാലും കോൺഗ്രസിൻ്റെ പല ഔദ്യോഗിക കമ്മിറ്റികൾക്കകത്തും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ഔപചാരികമായ യോഗങ്ങൾ, അത് തീരുമാനിക്കുന്ന യോഗങ്ങൾ ഇതുവരെ ചേർന്നിട്ടില്ല എങ്കിൽ പോലും നേരത്തെ തന്നെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് യോഗങ്ങൾക്കകത്തൊക്കെ ഈ നേതാക്കൾ, ഈ വിമതരായി നിൽക്കുന്ന നേതാക്കൾ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം ബന്ധപ്പെട്ട DCC ഉൾപ്പെടെ നേതൃയോഗം നടക്കുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനാണ് ഇവരുടെ തീരുമാനം. ഭദ്ര.